വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഓടിച്ചെന്നൊരു 10 മിനിറ്റ് ആ വിരുന്നുകാരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞൊരു ജ്യൂസ് കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ഒഴിച്ചുകറി രസം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം, അത്ര രുചിയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇന്നലെ വെച്ച് നോക്കിയിട്ട് ഒരുമാതിരി 1-2 പേർക്ക് കൊടുത്തപ്പം എത്രയും ടേസ്റ്റ് ഉണ്ടോ സിനിയുടെ കൈക്ക്, ഇത്രയും കയ്പുണ്ട്. ഞാൻ പൊക്കുമൊന്നുമല്ല, സത്യമായിട്ടാണ്. ഒരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെക്കുക, കുറച്ച് ഉലുവ പൊട്ടിച്ചു കൊടുക്കുക, ഒരു 3 തക്കാളിപ്പഴം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവനവൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കണേ. രസം കൂടുതൽ വേണമെങ്കിൽ അത്ര. പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു ഇച്ചിരി ജീരകം, ഒരു കുരുമുളക് പൊടിയല്ല, കുരുമുളക്, മല്ലി, ഇത്രയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ നല്ല കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ വേറൊരു വയറ്റാത്ത രീതിയിൽ ഞാനൊരു രസം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു വെറൈറ്റി ആയത്. ഇത് നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര കിടുക്കാച്ചിയായിട്ടോ. നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് എടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുവോ, ഒഴിച്ചു കറി ഇല്ലെങ്കിലോ ഒരു മുണക്കായും വറുത്ത് ഇതുകൊണ്ട് അടിപൊളിയാണ്. എന്നിട്ട് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോവരുത് തക്കാളി. ഒന്ന് വഴറ്റി എടുത്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇതെല്ലാം കൂടെ തട്ടിക്കൂട്ടി അങ്ങോട്ട് ഇട്ട് ഒന്ന് അരച്ചിങ്ങോട്ട് എടുക്കണം കേട്ടോ. വെള്ളം ഒന്നും ഒഴിക്കേണ്ട. തക്കാളിയൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്കൊരു ചീനിച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഈ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ താഴെ സബ്സ്ക്രൈബ് കണ്ടോ, അതിനകത്തൊന്ന് ഞെക്കി ലൈക്ക് ചെയ്ത് ഷെയർ കൂടെ ചെയ്തേക്കണേ. എന്നിട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ, ഈ കടുക് വറുത്തതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഭയങ്കര മണവാട്ടോ, മണവും അതുപോലെ രുചിയുവാ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിളയ്ക്കാറാകുമ്പോഴത്തേന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ശകലം പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം, ഒരുപാട് വേണ്ട. ഒരു ചെറിയ ഉണ്ട പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അവസരം കൊടുക്കുക. കണ്ടോ, വെട്ടി തിളച്ചിട്ടുണ്ട്. അന്നേരം 1 പിടി മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. അതും കൂടി ഇട്ട് യോജിപ്പിച്ചൊന്ന് കഴിച്ച് നോക്കുക.